മലയാള സിനിമയിൽ ഇന്നലെ കണ്ട കുറേ നൃത്തരംഗങ്ങൾക്ക് പിന്നിലും അമൃതം ഗോപിനാഥുണ്ട്. നൃത്ത സംവിധായിക എന്ന നിലയിൽ സിനിമയിലും ശോഭനമായിരുന്നു ഇവരുടെ കരിയർ. പ്രേക്ഷകർ ഇന്നും ഓർത്തുവയ്ക്കുന്ന ഒരുപാട് ഗാനരംഗങ്ങളിൽ അഭിനേതാക്കൾ പകർത്തിയെഴുതിയത് ഇവരുടെ നൃത്ത വൈഭവമാണ്. ഞാൻ ആദ്യം നൃത്ത സംവിധാനമാണ് ചെയ്തിരുന്നത്. അത് മകം പറന്ന മങ്ക, അത് പ്രമീള എന്ന് പറയുന്ന ഒരു മുന്നടി തമിഴ് ജനാർദ്ദനും കൂടെ ഉള്ളൊരു ഇതാണ്. ഈ രണ്ട് മുഖങ്ങൾ, ഈണം മറന്ന കാറ്റ്, പിന്നെ ആഴി, അഴിയാത്ത ബന്ധങ്ങൾ, വിനയൻ്റെ ആലില കുരുവിൽ, രണ്ട് പാട്ടും ശോഭന ചെയ്യുന്നത്. കിള്ളടി കൊളുന്തുകൾ എന്ന് പറഞ്ഞൊരു പാട്ടും ഒരു ഭരതനാട്യവും മൂന്നാറി വെച്ചെടുത്തു. അങ്ങനെയാണ് സിനിമ നൃത്ത സംവിധാനങ്ങൾ ചെയ്തത്. എന്താ അപ്പു, എന്താ കാര്യം പറ അപ്പു. സിനിമയിൽ നൃത്ത സംവിധായിക എന്ന നിലയിൽ മാത്രമല്ല അമൃതത്തിന്റെ പ്രശസ്തി. വെള്ളിത്തിരയിൽ ചെറുതെങ്കിലും ശ്രദ്ധേയമായ കുറെ കഥാപാത്രങ്ങൾക്ക് രൂപവും ഭാവവും നൽകാനും ഇവർക്ക് ഭാഗ്യമുണ്ടായി. അവസരങ്ങൾ അന്വേഷിച്ചു പോകുകയായിരുന്നില്ല ഇവർ, മറിച്ച് ഈ അഭിനേത്രിയെ തേടി വരികയായിരുന്നു കഥാപാത്രങ്ങൾ. അവയിൽ പലതും ഇന്ന് പ്രേക്ഷക ഹൃദയങ്ങളിൽ മായാതെ നിൽക്കുന്നുമുണ്ട്. സാരമില്ല അപ്പു, അപ്പു ചെല്ലേ, ഞാൻ പറഞ്ഞോളാം ഹെഡ്മാസ്റ്ററോട്. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന വേലക്കാരൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഡാൻസ് 8 ലൈൻ പാട്ട് ഞാൻ 4 കുട്ടികളും കൂടി ചെയ്യുന്നത്. എൻ്റെ രാമുണ്ണി സാറായിരുന്നു എൻ്റെ നൃത്ത ഡയറക്ടർ. അപ്പോൾ അതിനകത്ത് യേശുദാസിൻ്റെ അച്ഛൻ അഗസ്റ്റിൻ ജോസഫും PK സരസ്വതി എന്ന് പറയുന്ന നടിയായിരുന്നു അതിന് നായികമാരെ. അതിനകത്ത് അച്ഛാ നമ്മുടെ മുറ്റത്തെന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പാട്ടാണ് ഞങ്ങൾ ഡാൻസ്, അതിലാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ തിക്കുറിശി സുകുമാരനാരുടെ ശരിയോ തെറ്റോ എന്ന് പറഞ്ഞ സിനിമയിൽ തിക്കുറിശിയുടെ കൊച്ചു പെങ്ങളായിട്ട് ഒരു 1-2 സീൻ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് ആ ചെറിയ കാലങ്ങളിലുള്ള സിനിമയിലൊക്കെ വന്നിട്ടുണ്ട്. മാമാങ്കം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഞാൻ നൃത്ത സംവിധാനത്തിന് ചെന്നപ്പോൾ അപ്പച്ചമ്മലാൾ പറഞ്ഞു അതിനകത്തൊരു വേഷം തിക്കുറിശി, മറ്റേ പ്രേം നസീർ, കബീർ പനമ എല്ലാവരും കൂടെ ചേർന്ന ഒരു സീന് മാമാങ്കം. പിന്നെ ഈണം മറന്ന കാറ്റിനകത്ത് നല്ലൊരു അമ്മ, ഒരു നമ്പൂരി അമ്മയായിട്ട്, പിന്നെ പോലീസ് ഡയറി, പിന്നെ റാംജി റാവ് സ്പീക്കിങ്ങിലത്തെ പാട്ട്, കോമഡി, എല്ലാവരും എപ്പോഴും ഒരു കമ്പിളിപ്പതപ്പ് അതെല്ലാവരും എടുത്തു കാണിക്കുന്ന ഒരു ഇതാണ് ഇത്. പിന്നെ മോഹൻലാലിൻ്റെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, പിന്നെ അപ്പൂസ്, പപ്പയുടെ സ്വന്തം അപ്പൂസ്, അങ്ങനെ അതിലെല്ലാം വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സിനിമയും നാടകവും നൃത്തവുമൊക്കെയായി ഒരുപാട് അരങ്ങിന്റെ ഭാഗമായി ഒട്ടൊക്കെ തിരക്കിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അമൃതം കലാലോകത്ത് നിന്ന് താൽക്കാലിക അവധിയെടുത്ത് കേരളം വിടുന്നത്. മകനോടൊപ്പം സിംഗപ്പൂരിലേക്കായിരുന്നു യാത്ര. മകന്റെ സ്നേഹപരിചരണങ്ങൾക്ക് നടുവിൽ സന്തോഷവതിയായി കഴിയുന്ന കാലത്ത് ഈ അമ്മയ്ക്ക് മറ്റൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു. സിനിമയിലെന്ന് പറഞ്ഞാൽ വലിയ റോളൊന്നുമല്ല, ചെറിയ റോള് തന്നെയാണ് നമുക്ക് കിട്ടിയിരുന്നത്. അതിലൊക്കെ നമ്മുടെ നൃത്ത നാടകമാണ് വലിയ ഫേമസ് ആയിട്ട് കേരളം മുഴുവനും നമുക്ക് പ്രോഗ്രാം, കോഴിക്കോടൊക്കെ പോയാൽ 18 പ്രോഗ്രാം 20 പ്രോഗ്രാമൊക്കെ കഴിഞ്ഞാൽ തിരിച്ചു വന്നു. അതൊക്കെ പ്രോഗ്രാം, അതിൻ്റെ ഇടയ്ക്ക് കൂടി നടന്ന ഈ സ്കൂളുകൾ ക്ലാസ്, ഈ പ്രൈവറ്റ് ട്യൂഷൻസ് എല്ലാം ഞാൻ എടുത്തുകൊണ്ടിരുന്ന കാരണം അതിനെപ്പറ്റി ഇല്ല. പിന്നെ എന്നാലും മോൻ്റെ കൂടെ പോയതിന് ശേഷമാണ് ഇതെല്ലാം അങ്ങ് തീർന്നത്. എല്ലാം മോൻ്റെ കൂടെ പോയപ്പോഴത്തേക്ക് എൻ്റെ ക്ലാസ്സും പോയി, എൻ്റെ എല്ലാ സിനിമയുടെ ചെറിയ വർക്കുകളൊക്കെ കിട്ടിയിരുന്നു, അതെല്ലാം എൻ്റെ പോയി. ഞാൻ മോൻ്റെ കൂടെ പോയി തന്നെ. മോൻ അവിടെ ഗവൺമെൻറ് അക്കാഡമിയിലെ മൃദംഗം പ്രൊഫസറായിരുന്നു. മോൻ്റെ നിർബന്ധമായിരുന്നു, അമ്മ ഇതെല്ലാം വിട്ടു. അങ്ങനെ അവിടെ പോയി ഞാൻ ആ മോൻ്റെ കൂടെ ആയിരുന്നു. മോൻ്റെ കൂടെ പോയി അത്രയും കൊല്ലം അവിടെ നിന്ന് ഒരു ശരിക്കും പറയുകയാണ് മോനെ എൻ്റെ ഒരു അമ്മ മഹാറാണിയെ പോലാണ് എന്നെ നോക്കിയത്. കാരണം അമ്മ എന്നാണ് വിളിക്കുക, എടാ എന്നാ എന്നെ കൊള്ളും വിളിക്കുന്നത്. അമ്മ വിളിക്കുക, എന്നെ കൊണ്ട് മലേഷ്യ കൊണ്ടുപോവുക, എല്ലാ രീതിയിലും എന്നെ കൊണ്ടുവരും. എൻ്റെ അങ്ങനെ ഇരുന്ന് ഇപ്പം 1.5 കൊല്ലമായി. കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ ജനുവരി 13-ാം തീയതി 11-ാം തീയതി ഞങ്ങളെല്ലാവരും എയർപോർട്ടിൽ വന്നിറങ്ങി. 13-ാം തീയതി മോൻ പോയി. മോന് പെട്ടെന്നൊരു മഞ്ഞപ്പിത്തമാണ് തുടങ്ങി. കുറേ എന്നെ കേരളത്തിലോട്ട് വന്നു. ഞങ്ങളെല്ലാവരും അവിടെ നിൽക്കായിരുന്നു. അപ്പം അവിടെ നിന്ന് പരിശോധിച്ചപ്പം ക്യാൻസറിൻ്റെ ഒരിതായിരുന്നു. അങ്ങനെ അധികം നാളെ എത്തിയില്ല. ചിരിച്ച് സന്തോഷിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ മരിക്കുമായിരുന്നു. പിന്നെ വന്നിട്ട് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ. പിന്നെ അതിനുശേഷം ആണ് ഇപ്പോൾ ഈ അടുത്തത് ആണ് ഈ ഒരു 5-8 മാസമായുള്ളൂ 2ാമത് ഈ ക്ലാസ് ഇപ്പോൾ തുടങ്ങിയിട്ട്. മകന്റെ മരണമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് ഇന്നും മോചിതയല്ല ഈ അമ്മ. ജീവിതം ഇപ്പോൾ വീണ്ടും നൃത്തലോകത്താണ്. നൃത്ത അധ്യാപികയായി കഴിയുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. അവശതയുണ്ടെങ്കിലും അറിയാവുന്ന തൊഴിൽ ചെയ്ത്
അന്നത്തിന് മാർഗം കണ്ടെത്തുകയാണ് ഇന്നലത്തെ താരം. കലാലോകം തന്റെ നിസ്സഹായത കാണാതെ പോകുന്നു എന്നൊരു സങ്കടവും ഇവർക്കുണ്ട്. എൻ്റെ ജീവിതത്തിൽ വൃന്ദാവൻ എന്ന് പറഞ്ഞ ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. അവർ എനിക്കും പിന്നെ ഫാസിലിനും ഒരു പൊന്നാട തന്നു. ഫാസിൽ 25 പടം എടുത്തെന്നും ഞാൻ 25 കൊല്ലമായിട്ട്, ഇപ്പോൾ 50 കൊല്ലം കഴിഞ്ഞു, 25 കൊല്ലമായിട്ട് ഈ ഡാൻസ് കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നെടുമുടി വേണുമായിരുന്നു അത് പിന്നെ തന്ന്. അല്ലാതെ പിന്നെ സംഗീത നാടക അക്കാദമിയുടെ ഒരു 5 കൊല്ലം മുമ്പ് ഏറ്റവും നല്ല നർത്തകിക്കുള്ള ഒരു പൊന്നാടയൊക്കെ എനിക്ക് കിട്ടി. കാവാൽ നാരായണപ്പണിക്കും മന്ത്രി വേണുഗോപാൽ അദ്ദേഹമൊക്കെ ചേർന്നാണ് അത് തന്നത്. അതല്ലാതെ എനിക്ക് സംഗീത നാടക അക്കാദമിയിൽ നിന്ന് ഒരു ഇതുമില്ല. ഞാൻ എൻ്റെ ലൈഫ് ഹിസ്റ്ററി, എൻ്റെ ഇന്ന് വരെയുള്ള എല്ലാ ബയോഡേറ്റയും കൊണ്ടുവന്ന് അതിൻ്റെ സെക്രട്ടറിയെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു അരമണിക്കൂറോളം ഞാൻ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് വേണ്ട പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു മാസത്തിൽ എന്താ അവശകലാകാരന്മാരുടെ പെൻഷൻ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അതിൻ്റെ ചെയർമാനെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അദ്ദേഹം പിന്നെ ആ ഫോൺ വിളിച്ചാൽ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ പ്രായമായില്ലേ, നമുക്ക് എന്തെങ്കിലും മാസം ഒരു വരുമാനം കൃത്യമായിട്ട് കിട്ടണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. കൃത്യമായിട്ട് കിട്ടണമെന്നും എനിക്ക് എവിടെയെങ്കിലും സ്ഥിരമായ ഒരു സ്ഥലത്ത് നിന്ന് അവിടെ വരുന്ന കുറച്ച് കുട്ടികളെ പഠിപ്പിച്ച് ഓടി നടക്കാനൊന്നും ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്, വെള്ളിയാഴ്ച, ഞായറാഴ്ച കാവാലം എടുക്കുന്നുണ്ട്, തിങ്കളും ചൊവ്വായും ടൈനി ടൂൾസിൽ എടുക്കുന്നുണ്ട്. ഈ ഓടി നടക്കുക, കിട്ടുന്ന പൈസ എല്ലാം വണ്ടി കൂലിക്കും ഒക്കെ അങ്ങ് പോവുക. അല്ലാതെ എനിക്ക് ഒന്നുമില്ല. പിന്നെ എൻ്റെ മനസ്സിൻ്റെ ഒരു ഉല്ലാസം, അതുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്.